അച്ഛാ ഞാൻ പാസ്സായി. വല്ലാത്തൊരു പൊട്ടലായിപ്പോയി. സാറെന്താ ഒന്നും മിണ്ടായിരിക്കുന്നത്? അണ്ണാക്കി പിരിവെട്ടിയിരിക്കണ ഒരാളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോടായത്? എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? കടലിൽ കൊണ്ടുപോയി കായം കലക്കിട്ട് എന്ത് കിട്ടാനാടോ? ഗ്രാമപഞ്ചായത്തിൽ ശക്തി സ്തംഭമായി അതിശക്തമായ സ്വാധീനമാണ്. അത് ചരിത്രത്തിൽ ആദ്യമായാണ്. ഗോവിന്ദ, ഇപ്പോഴാണ് ശരിക്കും ഗോവിന്ദായത്. വല്ലാത്ത ചതിയായി. ആഗോളീകരണത്തിന്റെയും ഉദാരവൽക്കരണത്തിന്റെയും പ്രശ്നങ്ങൾ പറഞ്ഞപ്പോ പലരും ഞങ്ങളെ പുച്ഛിച്ച് തള്ളി. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഈ ഗ്രാമപഞ്ചായത്തുകളിൽ CPM-നും LDF-നും ഒക്കെ സംഘടനാ ശക്തി, ആൾബലം ഒക്കെ ഭയങ്കരമാണ്. ഓഹോ, അങ്ങനെയാണല്ലേ. അപ്പൊ അതിനെ മറികടന്നുകൊണ്ട് അത്രയും ആൾബലം ഇല്ലാത്ത, അത്രയും സംഘടന ശക്തി ഇല്ലാത്ത കോൺഗ്രസ് 90 സീറ്റിലേക്ക് ഉയരുന്നുവെങ്കിൽ അത് കടുത്ത ഭരണവിരുദ്ധ വികാരമാണ് എന്നതിനപ്പുറമൊന്നുമില്ല. അതിൽ എന്നാലും ഇത് കുറച്ച് കടുപ്പമായി പോയി. ലോകം ഈ ഇലക്ഷൻ കൊണ്ട് അവസാനിക്കാൻ പോണൊന്നുമില്ലല്ലോ. എന്താണ്ടാ യൂസഫേ, നിന്റെ ഒരു അഭിപ്രായത്തില് നമ്മള് പൊട്ടാൻ കാരണം? എന്തുകൊണ്ടാണ് ഉന്നം തെറ്റിയതെന്ന് ഞാൻ വിശദമാക്കി തരാം. നല്ല ഒന്നാം തരം പെൻഷൻ മേടിക്കുക, ഇഷ്ടം പോലെ തിന്ന ആളുകൾ, എന്നിട്ട് നേരെ എതിര് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ പേര്. ഞാൻ ഈ പറഞ്ഞത് നല്ലൊരു മറുപടിയേ അല്ല, വേറൊരു മോടൻകൊല്ലി ന്യായം മാത്രം. ഇനി ഈ നാടകങ്ങളിൽ പറ്റില്ല, അത് നടപ്പില്ല. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ചാപ്പാട് കഴിച്ചവര് നല്ല ഭംഗിയായി നമുക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മാവ മനുഷ്യനെ ഒരുമാതിരി വടിയാക്കരുത്. ഇത്തരം നിലവാരമില്ലാത്ത ഫലിതങ്ങൾ അമ്മാവൻ അടിക്കരുത്. അത് മനുഷ്യനിവിടെ തീ ചവിട്ടി നിൽക്കുമ്പോ. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ടൊക്കെ പറഞ്ഞാൽ എന്താ? തലവരെ എനക്കേ ഇത് പുരിയാമ ഇപ്പതാൻ കൊഞ്ചം പുരിஞ்சிருக்கு. உங்களுக்கு நான் எப்படி புரியுது? ഏതായാലും തോൽവിയാ, അത് സമ്മതിക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി? എനിക്ക് ചോറ് വേണ്ട. ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മീശവടിയോടെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി ഭരണം പിടിച്ചു. തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജയിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പല വെല്ലുവിളികളും നടത്തിയതാ, ആകെ അബദ്ധമായി. പന്തയം വെച്ച ഇടത് പ്രവർത്തകൻ മീശ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവര് ജയിച്ച പാതി മീശ എടുക്കാന്ന് പറഞ്ഞത് കോട്ടപ്പള്ളിയല്ലേ? LDF-ന് കനത്ത പരാജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ഇതാ പറയുന്നത് ദൈവമുണ്ടെന്നും അന്തിമ വിജയം സത്യത്തിന് മാത്രമായിരിക്കുമെന്നും. ഇത് ഇന്നൊരു വലിയ, കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ടീം UDF എന്നാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. സത്യം. അതാണ് ഇനി വരാനിരിക്കുന്ന കാലത്തിന്റെ മാറ്റം. പറഞ്ഞു കേൾക്കുന്നത് പോലെ വല്ലതും നടക്കോടാ നേതാവേ? ഒക്കെ നടക്കും സേതുവേട്ടാ. മാറാത്തത് മാറി. തിരുവനന്തപുരത്ത് 4 പതിറ്റാണ്ടായി LDF ഭരിക്കുന്ന ചെങ്കോട്ടയായി തുടരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ BJP സ്വന്തമാക്കിയിരിക്കുകയാണ്. ഉണ്ണി ചതി. ചതിയല്ല ജയ, വിധിയാ. ഒരു ഇടിവിട്ട് കൊണ്ടുപോലായിപ്പോയി. അപ്പൊ താങ്ക് യു അണ്ണാ, തിരുവനന്തപുരത്ത് കാണാം. അപ്പൊ മൊത്തത്തിൽ UDF-ന് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നല്ലൊരു കുതിച്ചുചാട്ടം UDF-ന് ഉണ്ടായി. With minimum investment, maximum output. That's my theory and we are successful. നിങ്ങളിപ്പോൾ കണ്ടത് കടകങ്ങൾ, ഇനി കാണാൻ പോകുന്നത് ഹെവി പഞ്ചസ്.